إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഹിജറ 2-ാം വർഷം റമദാൻ 17 വെള്ളിയാഴ്ച രാവിലെ ബദർ എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു ഭാഗത്തും അബൂജഹലും മുശ്രിക്കുകളും മറുഭാഗത്തുമായി യുദ്ധത്തിന് തയ്യാറെടുത്തു നിൽക്കുന്നു. ആ ഒരു സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഹാബിമാരിൽപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഞങ്ങളെപ്പോലെ നേർക്ക് നേരെ യുദ്ധത്തിന് ഇപ്പോ ഇറങ്ങേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു അരീഷ് ഉണ്ടാക്കിത്തരാം, ഒരു ടെന്റ് കെട്ടിത്തരാം. ആ ഉയർന്ന ഭാഗത്ത് ഒരു ടെന്റ് കെട്ടി നിങ്ങൾ അവിടെ ഇരുത്തും. നിങ്ങളുടെ കാവൽക്കാരായി ഞങ്ങൾ കുറെ സഹാബിമാരെ നിർത്തുകയും ചെയ്യും. ബാക്കിയുള്ളവർ യുദ്ധം ചെയ്യും. പ്രവാചകരെ, ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചുകൊണ്ട് മദീനത്തേക്ക് പോകാം. അതല്ല, ഞങ്ങളെങ്ങാനും പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാവൽ വെച്ചിട്ടുള്ള ആ സഹാബിമാരെയും കൊണ്ട് നിങ്ങൾ മദീനത്തേക്ക് പോകണം. അതിനുശേഷം
സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ മദീനത്തേക്ക് പോകണം. ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ആ മദീനത്തുണ്ട്. അവർക്ക് ഈ ഒരു സാഹചര്യം അറിയാത്തത് കൊണ്ടാണ് അവരിവിടെ സംഗമിക്കാത്തത്. ഈ ഒരു വാചകം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കേവലം ഒരു വാക്കായി പറഞ്ഞതല്ല, മറിച്ച് സഹാബത്തിന്റെ ജീവിതമെല്ലാം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനായി മത്സരിച്ചവരായിരുന്നു അവർ. എത്രത്തോളം എന്നാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഒരു സമയം ബദർ യുദ്ധത്തിന്റേതാണെങ്കിൽ ഈ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു. ശത്രുക്കൾ പരാജയപ്പെട്ടു. തങ്ങളുടെ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും സഹാബത്തിനെതിരെയും ഒരു യുദ്ധപ്രഖ്യാപനത്തിന് വേണ്ടി ശത്രുക്കൾ റെഡിയായി. ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ ഈ ഒരു വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 10ഓളം സഹാബിമാരെ ഈ ശത്രുക്കളുടെ അവസ്ഥ എന്താണെന്നറിയാൻ, അവരെന്തിനു വേണ്ടിയാണ് തയ്യാറെടുക്കുന്നതെന്ന് അറിയാനായി പറഞ്ഞയച്ചു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ശത്രുക്കളെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കാനായി പറഞ്ഞയക്കപ്പെട്ട ഈ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള 10ഓളം സഹാബിമാരെ ശത്രുക്കൾ കാണുകയും അവരെ പിടിച്ചുവെക്കുകയും ചെയ്തു. ഈ 10 ആളുകൾ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്തു. ചെറിയ ഒരു യുദ്ധം. അതിൽ 7 സഹാബിമാരും ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 7 സഹാബിമാരും ഷഹീദായി. ശേഷിച്ച 3 ആളുകളെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോകും. അതിൽ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ശത്രുക്കള് ഖുബൈബിനെയും മറ്റു 2 സഹാബത്തിനെയും കൊണ്ടുപോകുന്നത് മക്കയുടെ ഭാഗത്തേക്കാണ്. മക്കയിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. ഇത് മക്കയിലെ ഹാരിസ് ഇബ്നു ആമിറിന്റെ കുടുംബക്കാര് അറിഞ്ഞു. ഈ ഹാരിസ് ഇബ്നു ആമിറിനെ ബദർ യുദ്ധത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാരിസിന്റെ കുടുംബക്കാർ കാത്തിരിക്കുകയാണ് ഖുബൈബിന്റെ രക്തത്തിന് വേണ്ടി. ഖുബൈബിനെ വിലക്ക് വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ, വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ഹാരിസിന്റെ കുടുംബക്കാർ അങ്ങോട്ട് വരികയും ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്തു വാങ്ങുകയും ചെയ്തു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് അവർ അവരുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തെ കെട്ടിയിട്ടു. അദ്ദേഹത്തിന് ഭക്ഷണം ഒന്നും കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കാൻ നോക്കി. പക്ഷേ അള്ളാഹുവിന്റെ സഹായം അദ്ദേഹത്തിന് വന്നുകൊണ്ടേയിരുന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, പിന്നീട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് അവർ നീങ്ങുകയാണ്. അന്നുവരെ മക്കയിൽ ചെയ്യാത്ത ഒരു പ്രവർത്തനം, അന്നുവരെ മക്കക്കാർക്ക് പരിചയമില്ലാത്ത ഒരു പ്രവർത്തനം കൊണ്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്താനാണ് അവർ തീരുമാനിച്ചത്. ഈത്തപ്പന കൊണ്ടുള്ള ഒരു കുരിശ് കൊണ്ടുവന്നു. ആ കുരിശ് കാണിച്ചുകൊണ്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖുബൈബ്, ഈ കുരിശിൽ നാട്ടിക്കൊണ്ട് നിങ്ങളെ കൊല ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അവസാനമായി വല്ല ആഗ്രഹങ്ങളുമുണ്ട്? ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്നുണ്ട്. അവർ സമ്മതിച്ചു. ഖുബൈബ് റളിയല്ലാഹു അൻഹു വുദു എടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ നമസ്കാരം ദീർഘിപ്പിക്കണമെന്നും എന്റെ സുജൂദ് ദീർഘിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്നെക്കുറിച്ച്, ഖുബൈബ് മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ് ഈ നമസ്കാരം എങ്ങനെ ദീർഘിപ്പിക്കുന്നത് എന്ന് എന്നെക്കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ എന്റെ നമസ്കാരവും എന്റെ സുജൂദും എന്റെ റുകൂവും ഒക്കെ ഞാൻ ദീർഘിപ്പിക്കുമായിരുന്നു. അദ്ദേഹം സന്നദ്ധനായി, മരിക്കാൻ റെഡിയായി നിൽക്കണം. ആ സമയത്ത് ശത്രുക്കൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല ഖുബൈബ്, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടുകയും
നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം സ്വസ്ഥമായി ജീവിക്കുകയും നിങ്ങൾക്ക് പകരം നിങ്ങളുടെ നേതാവായ മുഹമ്മദിനെ ഈ ഒരു കുരിശിൽ നാട്ടുകയും ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലോ? അതാണ് ചോദ്യം. ഖുബൈബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം സ്വസ്ഥമായി ജീവിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ കുരിശിലേറപ്പെടുക, അതല്ല. ഇപ്പോൾ പ്രവാചകൻ എവിടെയാണോ ഉള്ളത് ആ ഒരു സ്ഥലത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിങ്ങൾ ആണി തറച്ചുകൊണ്ട് കൊലപ്പെടുത്തുക. ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളാ, പ്രവാചകരെ, ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഈ സംഭവം കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ശത്രുക്കൾ സന്നദ്ധരായി ഉഹുദിനു വേണ്ടി, ഉഹുദ് യുദ്ധത്തിന് വേണ്ടി അവർ റെഡിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഉഹുദിനു വേണ്ടി, ഉഹുദ് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവനാണ് അനസ് ബിൻ നളർ. അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം വേഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആദ്യമായിട്ട് അല്ലാഹു അനുവദിച്ച ബദർ യുദ്ധത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഒരു യുദ്ധത്തിന് നിങ്ങൾ എനിക്ക് അവസരം നൽകണം. എങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വല്ലാത്ത ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം കൊടുത്തു. ഉഹുദ് യുദ്ധം എന്ന് പറയുമ്പോൾ അതിന് തുല്യതയില്ലാത്ത ചില പേരുകളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഒന്ന് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണ്. ഇവരുടെ എല്ലാം ചരിത്രം നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം കൊടുത്തപ്പോൾ ആ ഉഹുദ് യുദ്ധത്തിൽ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ഇറങ്ങി. നമ്മൾ ചരിത്രം വായിച്ചിട്ടുണ്ട്. ബദറിനെ പോലെ മുസ്ലിമീങ്ങൾക്ക് സന്തോഷകരമായ ഒരു പര്യവസാനമല്ലായിരുന്നു ഉഹുദിനുണ്ടായത്. ഉഹുദിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു. 70ഓളം സഹാബിമാർ ഷഹീദായി. ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പല സഹാബത്തും ശത്രുക്കളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു. പല മുസ്ലിമീങ്ങളും തിരിഞ്ഞോടി. ആ കാഴ്ച കണ്ടിട്ട് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് കൈകൂടി ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ, മുസ്ലിമീങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തല്ലേ. അദ്ദേഹം എല്ലാവരും തിരിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹം ശത്രുക്കളുടെ നേരെ നെഞ്ചുമായിട്ട് ചെല്ലുക. എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമായിക്കൊണ്ട് പല സഹാബത്തും പ്രവാചകനെ വളഞ്ഞുകൊണ്ട് അതിൽ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ മുഖത്തേക്ക് അവർ വെട്ടുന്ന സമയത്ത് എന്റെ മുഖം ഞാൻ അവിടെ വെച്ചു കൊടുക്കും. നിങ്ങളുടെ ശരീരത്തിലേക്ക് അവർ കുന്തങ്ങൾ കൊണ്ട് കുത്തുന്ന സമയത്ത് എന്റെ നെഞ്ചകം ഞാൻ അവിടെ വെച്ചു കൊടുക്കും. നിങ്ങളുടെ കൈകൾ അവർ ലക്ഷ്യമാക്കുകയാണെങ്കിൽ എന്റെ കൈകൾ അതിന് പകരമായി നിൽക്കും. അത് കേവലം ഒരു വാചകമല്ലായിരുന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു കാണുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, യാ സഅദ് അൽ ജന്ന അൽ ജന്ന. സഅദേ, ഇതാ ഉഹുദിന്റെ ഭാഗത്തു നിന്ന് സ്വർഗത്തിന്റെ പരിമളം അത് എനിക്ക് എന്റെ മൂക്കിലേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാനതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉഹുദ് യുദ്ധത്തിന്റെ പര്യവസാനത്തിൽ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിന്റെ രൂപം പോലുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എത്രയോ വെട്ടുകളേറ്റ് അദ്ദേഹത്തിന്റെ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ വികൃതമാക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി വന്നിട്ട് പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിരല് കണ്ടിട്ട് അതിന്റെ അടയാളം കണ്ടിട്ട് പറയണത് ഇത് അനസിന്റേതാണ്. സുബ്ഹാനല്ലാഹ്, അത്രയും പരീക്ഷിക്കപ്പെട്ടു. ഈ പറയപ്പെട്ട ഓരോ സഹാബത്തിന്റെയും വിഷയത്തിൽ ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഖുബൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടാണ് അബൂ സുഫിയാൻ പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലാഹ് മാ റഅയ്തു മിൻ ഖൗമി ഖത്തുൻ അശദ്ദു ഹുബ്ബൻ ലിസാഹിബിഹിം മിൻ അസ്ഹാബി മുഹമ്മദിൻ ലഹു.
അല്ലാഹുവാണ് സത്യം. അന്ന് അബൂ സുഫിയാൻ മുസ്ലിമല്ല. ശത്രുക്കളുടെ കൂടെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ മുന്നിലുണ്ടായിരുന്ന ആളാണ് അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാൻ പറയുന്ന വാചകമാണ് അല്ലാഹുവാണ് സത്യം. തന്റെ നേതാവായ മുഹമ്മദിന് വേണ്ടി മുഹമ്മദിന്റെ ആളുകൾ ആ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. അത് കേവലം അബൂ സുഫിയാന്റെ വാചകം മാത്രമല്ല. ഈ ബദറും ഉഹുദും ഒക്കെ കണ്ടിട്ടുള്ള, അതിനുശേഷം പിന്നെ ചരിത്രത്തിൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ശത്രുക്കളുടെ നേതാവ് തിരിച്ച് അയാളുടെ നാട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് ഉർവത്ത് ബിൻ മസ്ഊദ് ചെന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ഐ ഖൗം, അല്ലയോ ജനങ്ങളെ, വല്ലാഹി ലഖദ് വഫഫ്തു അലൽ മുലൂക്, അല്ലാഹുവാണ് സത്യം, ഞാൻ ഒരുപാട് രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. വഫഫ്തു അലാ ഖൈസർ വകിസ്റ വന്നജാസി, നജാസിയുടെയും ഖൈസറിന്റെയും കിസ്റയുടെയും കൊട്ടാരങ്ങളിൽ അവരെല്ലാം ഞാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിന്റെ ആളുകൾ കൊടുക്കുന്നത് പോലെ ഒരു സ്നേഹം ലോകത്ത് മറ്റൊരു രാജാവിനും ഒരു നേതാവിനും അയാളുടെ ആളുകൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. വല്ലാത്ത ഒരു ജനങ്ങൾ. സുബ്ഹാനല്ലാഹ്. ആരെക്കുറിച്ചായി പറയുന്നത്? നമ്മുടെ നേതാക്കന്മാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ന് പറയുന്ന സഹാബാ കിറാമിന്റെ ജീവിത പറയുന്നത്. അവരോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച മറ്റൊരാളുമില്ല. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും അവരെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്നറിയോ? മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടും പിന്നെയും കാലങ്ങളോളം ജീവിച്ച ആളാണ്. അനസ് റളിയല്ലാഹു അൻഹു ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ താബികളായ ആളുകൾ ഉണ്ടാകും. ആ താബികൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചില വാചകങ്ങളുണ്ട്. താബികൾ പറയാണ്, ഖല്ലലൈലസുൻ തഅതി അലയ്യ ഇല്ലാ വഅന അറ ഫീആ ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയും, ഞാൻ എല്ലാ ദിവസവും സ്വപ്നത്തില് എന്റെ ഖലീലിനെ കാണാറുണ്ട്. വഅനസുൻ യഖൂലു ദാലിക വതജ്മഉ ബൈനാ. ഇത് അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോഴെല്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഓർമ്മകൾ കാരണത്താൽ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ജീവിതം കാരണത്താൽ അത്രയും സ്നേഹിച്ച മുൻഗാമികൾ. പ്രിയപ്പെട്ടവരെ, ഇത്രയും ചരിത്രങ്ങൾ, ഈ ഓരോ സഹാബത്തിന്റെയും ചരിത്രങ്ങൾ വിശദീകരിച്ചത് അവരോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച മറ്റൊരാളുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. ആ വാചകം അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് മുസ്ലിമാണെങ്കിൽ നിർബന്ധമാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള 10 കടമകൾ. അതിൽ വിശ്വസിക്കുക എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതും ഒരു കടമയാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരണേ. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം ലഭിക്കാൻ ഈ 2 കാര്യത്തിനും ഒരൊറ്റ പരിഹാരമാണുള്ളത്. ഫത്തബിഊനി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക, അതാണ് പ്രവാചക സ്നേഹം. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ, സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. പ്രധാനമായിട്ടും നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ 2 തരത്തിൽ നമുക്ക് ആളുകളെ കാണാൻ പറ്റും. പ്രധാനമായിട്ടും 2 വിഭാഗം. ഒരു വിഭാഗം പറയുന്നു, ഈ നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ നമുക്കതിന്റെ ഒരു തെളിവും കാണാൻ കഴിയില്ല. മറ്റൊരു വിഭാഗം പറയുന്നു, ഇത് മതത്തിൽപ്പെട്ടതാണ്, നബിദിനാഘോഷം നടത്താത്തവർ പുത്തൻവാദിയാണ്.
ഈ രണ്ട് വാദങ്ങളും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശോധിക്കാം. ഇതിലേതാണ് ശരി? നമ്മൾ ഏതൊരു കാര്യവും ദീനിന്റെ കാര്യമാണെങ്കിൽ അത് അന്വേഷിക്കണമല്ലോ. നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും ഒരു 5 രൂപന്റെ പേന വാങ്ങിയാൽ നമ്മൾ അത് എഴുതുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ആ 5 രൂപ നഷ്ടം വരരുത് എന്നാണ്. എന്നാൽ ദീനിന്റെ വിഷയത്തിലോ അത് വാട്സപ്പിൽ വന്നു, അത് ഈജിപ്തിലുണ്ട്, അത് സുഡാനിലുണ്ട്, പല ആളുകളുടെയും ക്ലിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് തെളിവ്. പ്രിയപ്പെട്ടവരെ, ദീനാവണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നബിദിനാഘോഷം ഇസ്ലാമികമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിനുള്ള തെളിവുകൾ ഒന്ന് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ എന്ന ഒരു പേര് പോലും, ആ ഒരു മാസത്തിന്റെ പേര് പോലും ഖുർആനിലെ 6000-ലധികം ആയത്തുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. അത് മാത്രമല്ല, ഒരൊറ്റ പ്രവാചകന്റെയും ജനനത്തെക്കുറിച്ച് അതിനൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു ആഘോഷം നടത്താൻ വിശുദ്ധ ഖുർആനിലില്ല. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 25 പ്രവാചകന്മാരുടെ പേരുകൾ അതിൽ വന്നിട്ടുണ്ട്. അതിൽ ചിലരുടെയൊക്കെ പേര് വളരെ സുദീർഘമായി വന്നിട്ടുണ്ട്. അതിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തെക്കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ആ പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷിക്കാനോ അന്ന് പ്രത്യേക ആചാരങ്ങൾ, ആഘോഷങ്ങൾ നടത്താനോ ഖുർആനിലില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അതിലെന്തായാലും 62 റബീഉൽ അവ്വൽ കഴിയുമല്ലോ, വേണ്ട 60 എടുത്തു. ഈ 60 റബീഉൽ അവ്വലിൽ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു ആഘോഷം, എന്തെങ്കിലും ഒരു അനുഷ്ഠാനം നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം പ്രവാചകനാണ്. 23 കൊല്ലം നുബുവത്ത് കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 23 കൊല്ലം. ഈ 23 കൊല്ലത്തിൽ 20-ലധികം റബീഉൽ അവ്വൽ കഴിഞ്ഞു പോകുമല്ലോ. അതിൽ ഒന്നെങ്കിലും അത് ദീനിന്റെ ഭാഗമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുമല്ലോ. ഏറ്റവും സിമ്പിളായ കാര്യം, വളരെ ലളിതമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം ബാത്റൂമിൽ കയറുന്ന സമയത്ത് ഏത് കാല് വെക്കണം, എന്ത് പറയണം. നമ്മുടെ ആവശ്യ പൂർത്തീകരണം കഴിഞ്ഞാൽ തിരിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് കാല് വെക്കണം എന്നറിയാത്തവരാരും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അത്രയും ലളിതമായ കാര്യം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ടെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് രാവിലെ നിങ്ങൾ എന്ത് ദിക്ർ ചൊല്ലണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ചില ആളുകൾ പറയാറുണ്ട് 2 പെരുന്നാളിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് റബീഉൽ അവ്വലിലെ ആഘോഷം എന്നാണെങ്കിൽ പെരുന്നാളിന്റെ സുന്നത്തുകൾ എന്ന് നമുക്ക് ഹദീസുകളിലുണ്ട്. പെരുന്നാളിൽ എന്തെല്ലാം സുന്നത്തുകൾ ഉണ്ടെന്ന്. പുതുവസ്ത്രം ധരിക്കുന്നത് സുന്നത്തായി എണ്ണിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോകുന്ന സമയത്ത് ഒരു വഴി, തിരിച്ചു വരുന്ന സമയത്ത് മറ്റൊരു വഴി. അതുപോലെ തന്നെ തക്ബീർ ചൊല്ലൽ. ചെറിയ പെരുന്നാളിലാണെങ്കിൽ വല്ലതും കടിച്ചിട്ട് പോകുക, വലിയ പെരുന്നാളാണെങ്കിൽ ഒന്നും കടിക്കാതെ പോകുക. എന്തെല്ലാം സുന്നത്തുകളുണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബീഉൽ അവ്വലിന്റെ സുന്നത്തുകൾ ഹദീസിൽ എവിടെയില്ല. ഏറ്റവും സിമ്പിളായ കാര്യങ്ങൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഇത്ര വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യം എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എന്റെ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നു പറയുമ്പോൾ അതൊരു മോശമല്ലേ എന്നാ ചില ആളുകൾ പറയാം. എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണമെന്ന് പറയൽ മോശമല്ലേ എന്നാണ് ചില ആളുകൾ വാദിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദീനിന്റെ കാര്യമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ഒരു മടിയും കൂടാതെ പറയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദം,
ആദമിന്റെ മക്കളിൽ ഞാൻ സയ്യിദാണ്, ഞാൻ നേതാവാണ്, ആദ്യമായി കൊണ്ട് മഹ്ശറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഞാനാണ്, ആദ്യമായി കൊണ്ട് ശഫാഅത്ത് നടത്തുക ഞാനാണ്, ആദ്യമായി കൊണ്ട് ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നത് എന്റേതാണ്. എന്തെല്ലാം പുണ്യങ്ങൾ, എന്തെല്ലാം ഫദ്ലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ദീനിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് റബീഉൽ അവ്വലിൽ ഒരു പ്രത്യേക ആഘോഷമോ അനുഷ്ഠാനമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചില്ല? ശരി, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല എന്ന് വെക്കുക. സ്വഹാബിമാർ, ഈ പറയപ്പെട്ട സ്വഹാബിമാരുടെ എല്ലാം പേരുകൾ നമുക്കറിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തില്ല എന്ന് വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 2.5 കൊല്ലം അദ്ദേഹം ഖലീഫയായിരുന്നു. അതിലെന്തായാലും ഒരു റബീഉൽ അവ്വലെങ്കിലും കഴിയൂല, ഒരു റബീഉൽ അവ്വലെങ്കിലും. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ദീന് ചെയ്തോ? ദീനിലെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു കാരക്കെങ്കിലും? ഇന്ന് എന്റെ ഹബീബായ, എന്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് ഉമറെ വരും, ബിലാലെ വരും, നമുക്ക് എന്തെങ്കിലും ഒരു മദ്ഹ് പാടാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസം എന്തെങ്കിലും ഒരു ആഘോഷം, എന്തെങ്കിലും ഒരു അനുഷ്ഠാനം, എല്ലാവരെയും വിളിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് തക്ബീർ വിളിച്ചുകൊണ്ട് മദീനത്ത് കൂടി ഒന്ന് നടക്കുക എന്നെങ്കിലും പറഞ്ഞു? ഒന്നുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ലേ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതിന്റെ 7 അയലത്തെത്താൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റും? 100ൽ ഒരു അംശം ഉണ്ടാവും. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പിന്നെയും വർഷങ്ങളോളം ജീവിച്ചാണ്. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഹാബിമാരുടെ കൂട്ടത്തിൽ വലിയ സമ്പന്നനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ധർമ്മം ചെയ്തിട്ടുള്ള ആളാണ്. മദീന പള്ളിക്ക് വേണ്ടിയും അല്ലാതെയുമായി ഒരുപാട് ധർമ്മം ചെയ്താണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് 12 വർഷത്തോളം ഉണ്ടായിരുന്നു. ഈ 12 വർഷത്തിൽ ഒരു 10-ലധികം റബീഉൽ അവ്വൽ കഴിഞ്ഞു പോകൂലേ? എല്ലാവരും വരും, എന്റെ വക എല്ലാവർക്കും ഒരു ഭക്ഷണം ഉണ്ട്, എല്ലാ കുട്ടികളെയും വിളിക്കും, ഒരു അന്നദാനം നടത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് മനസ്സിലാക്കിയിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഇനി ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരല്ല എന്ന് വിചാരിക്കും. 4ാമത്തെ ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വലിയ ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. ചെറിയ പ്രായം തൊട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ജീവിച്ച ആളാണ്. അദ്ദേഹം ചെറുപ്പത്തിലെങ്കിലും കാണുമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം, ജന്മദിനം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആഘോഷം, റബീഉൽ അവ്വൽ 12 എന്ന പേര് ഒന്നും നടത്തിയിട്ടില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 40-ലധികം കൊല്ലം മഹദി ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അത്രയും കൊല്ലം ജീവിച്ചിട്ട് അതിൽ എത്ര റബീഉൽ അവ്വൽ കഴിഞ്ഞു പോകും? അതിലെന്തെങ്കിലും ഒരു നന്മ പ്രിയപ്പെട്ടവരെ അവരാരും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ദീനായി മാറും? അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതൊരിക്കലും ഒരു തർക്കത്തിന് വേണ്ടിയല്ല, ഇതാരെയെങ്കിലും ഒരു ആക്ഷേപിക്കാൻ വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, ദീനിന്റെ കാര്യമാണെങ്കിൽ അതിന് തെളിവുണ്ടാവൂലേ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷിക്കണം, തെളിവ് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്. റമദാനിൽ നോമ്പെടുക്കണം, വിശുദ്ധ ഖുർആനിലുണ്ട്. നമസ്കരിക്കണം, ഖുർആനിലുണ്ട്. ഇങ്ങനെ ദീനിന്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് ഖുർആനിലും ഹദീസിലും ഉണ്ടാകും. നിങ്ങൾ പരിശോധിക്കും, ഇത് ചോദിക്കുന്ന ആളുകളോട് ചോദിക്കും, ഇതൊക്കെ നടത്താന്ന് പറയുന്നവരോട് ചോദിക്കും, എവിടെയാണ് തെളിവ്? ഇത് പറയുമ്പോഴാണ് ഇത് ആഘോഷിക്കാമെന്ന് പറയുന്ന ആളുകൾ പറയാറുള്ള ഒരു തെളിവ്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 58-ാമത്തെ ആയത്ത്. ഈ അടുത്ത കാലത്ത് വീണ്ടും ചില ആളുകളൊക്കെ അത്തരത്തിലുള്ള വാദങ്ങളുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 58-ാമത്തെ ആയത്ത്. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ ഈ ആയത്ത് ഖുർആനിലുണ്ടോ എന്നും അതിന്റെ അർത്ഥം എങ്ങനെയാണ്, ഏത് വിഭാഗം ഇറക്കിയിട്ടുള്ളതാണെങ്കിലും ശരി, അതിന്റെ പരിഭാഷ വായിച്ചു. എന്താണ് അർത്ഥം? ഖുർആനിലെ ആയത്ത് എന്താ? ഖുൽ ബിഫളില്ലാഹ്
വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ പറയുക, ബിഫളില്ലാഹ് അല്ലാഹുവിന്റെ ഫളല് കൊണ്ടാണ്, വബിറഹ്മതിഹി അവന്റെ കാരുണ്യം കൊണ്ടുമാണത്, ഫബിദാലിക അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫബിദാലിക അപ്രകാരം തന്നെ, ഫൽയഫ്റഹൂ അവർ സന്തോഷിക്കട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ അവർ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് അതാണ്. ഇതിലെവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചുവെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെക്കുറിച്ചോ ആ ആഘോഷത്തെക്കുറിച്ചോ ഈ ആയത്തിൽ എവിടെയുണ്ട്? ഇതിലെവിടെയില്ല. പിന്നെ ഫബിദാലിക ഫൽയഫ്റഹൂ അതിനാൽ നിങ്ങൾ സന്തോഷിക്കുന്നു പറഞ്ഞല്ലോ, ആ സന്തോഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ് എന്ന് വാദിക്കുന്നവരോട് പറയട്ടെ, ഇത് സൂറത്ത് യൂനിസിലെ 58ാമത്തെ ആയത്താണെങ്കിൽ ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്താണല്ലോ 57. ആ 57ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നുണ്ട്. അതുകൂടി വായിച്ചാൽ ഈ ആയത്ത് മനസ്സിലാവും. യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ. അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു സതുപദേശത വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ ഹൃദയങ്ങൾക്ക് ശമനം നൽകുന്ന, രോഗങ്ങൾക്ക് ശമനം നൽകുന്നത് വന്നു കിട്ടിയിരിക്കുന്നു. വഹുദൻ വറഹ്മതുൽ ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു. ഇവിടെ അള്ളാഹു പറയുന്നത് എന്താ? അതിന്റെ ബാക്കിയാണ് പറയുന്നത്. അതിനാൽ പ്രവാചകരെ അവരോട് സന്തോഷിക്കാൻ വേണ്ടി പറയും. എന്താണ് സതുപദേശം? എന്താണ് രോഗശമനത്തിനുള്ള പരിഹാരമായിക്കൊണ്ട് മനസ്സുകളിലെ രോഗശമനത്തിന് നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്? ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഇസ്ലാമിനെ കുറിച്ചാണ്, ഇത് ഖുർആനിനെ കുറിച്ചാണ്, ഇത് ഈമാനിനെ കുറിച്ചാണ്. ഇതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നമ്മുടെയൊക്കെ നാടുകളിൽ പള്ളി ദർസുകളിൽ തഫ്സീർ പിന്നെ ഓതാറുള്ളത് തഫ്സീർ ജലാലൈനി. ആ തഫ്സീർ ജലാലൈനിയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് ഈ ആയത്തിന്റെ വിശദീകരണമെന്ന് ആ തഫ്സീറിൽ പോലും. ഞാനത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. പ്രിയപ്പെട്ടവരെ, ഇനി ഇതൊക്കെ തെളിവാണെന്ന് വിചാരിക്കും. ഈ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് തെളിവാണ് എന്നാണ് വാദമെങ്കിൽ ഈ ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം ഓതിക്കൊടുത്തത് ആർക്കാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ലേ ഈ ആയത്തിന്റെ അർത്ഥം ഇന്നതാണെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുക്കുമ്പോ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ബിലാലും സഅദും സഈദും എല്ലാവരും ഉണ്ട് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവർക്കാർക്കും മനസ്സിലാകാത്ത ഫബിദാലിക ഫൽയഫ്റഹൂ അതിനാൽ നിങ്ങൾ സന്തോഷിക്കുമെന്നുള്ളത് എങ്ങനെ നമ്മൾ അത് പറയും അത് ദീനാണെന്ന്? കാരണം ഖുർആൻ ആദ്യം കേട്ടവരവരാണ്. അവരാരും തന്നെ ഈ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെയാണോ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകൾക്ക് മുന്നിൽ? അള്ളാഹുവിന്റെ കലാമിനെ തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ പരിശോധിക്കണം. വേറെ ചില ആളുകൾ പറയുന്നതെന്നറിയോ? ഈ ദിവസം എന്ത് നന്മ ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. അതിന്റെ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായിരുന്ന അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന്റെ കാര്യത്തിൽ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചു. അതുകൊണ്ട് സത്യനിഷേധിയായിരുന്ന കാഫിറായിരുന്ന അബൂലഹബിന് നരകത്തില് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ദീനിലൊരു കാര്യം തെളിവ് അബൂലഹബാണ്. വിശുദ്ധ ഖുർആൻ ആ അബൂലഹബിനെ കുറിച്ച് പറഞ്ഞതെന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. ഈ ആയത്ത് അറിയാത്ത ആരും ഉണ്ടാവില്ല. ഈ ആയത്തിൽ പറയുന്നത് അബൂലഹബിനെ വിമർശിച്ചുകൊണ്ടാ. ആ അബൂലഹബ് ചെയ്യണോ ദീനിലൊരു കാര്യം തെളിവാകാൻ? അബൂലഹബ് പറഞ്ഞതല്ല ദീനിൽ തെളിവ്. ഇനി അബൂലഹബിന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂലഹബ് ഇങ്ങനെ സുവൈബത്തുൽ അസ്ലമിയെ
മോചിപ്പിച്ച കാരണത്താൽ, ഞാൻ ജനിച്ച ദിവസം അബൂലഹബ് ഇങ്ങനെ ചെയ്ത കാരണത്താൽ അബൂലഹബിന് ഇന്നതുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകത്തിലില്ല. പിന്നെ എങ്ങനെ പറയും? പിന്നെ ആര് പറയും? ആരെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ അത് ദീനിൽ തെളിവാ? അബൂലഹബ് പറഞ്ഞതും അബൂജഹൽ പറഞ്ഞതും അല്ല ദീനിൽ തെളിവ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതൊന്നും ഒരു വൈകാരികതയിൽ കുറെ ആളുകൾ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നല്ല. ഇത് ദീനിന്റെ പേരിലാണ് നടക്കുന്നത്. ദീനാവണമെങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ ഖുർആനിലും ഹദീസിലും പറഞ്ഞ രൂപത്തിലുള്ളതായിരിക്കണം. അതല്ല എങ്കിൽ അതൊന്നും ദീനല്ല എന്നതുകൂടി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലി പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബിദ്അത്തായിട്ടുള്ള പുത്തനാചാരമായിട്ടുള്ള നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിൽ നടക്കുന്ന 2 ചർച്ചകളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ഇത് പറയുമ്പോൾ ചില ആളുകളെങ്കിലും വളരെ നിഷ്കളങ്കമായി കൊണ്ട് ചോദിക്കാറുണ്ട്, ഒരു തർക്കത്തിന് എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? അതൊരു നല്ല കാര്യമല്ലേ? ആ ഒരു ദിവസം കുറച്ച് ആളുകൾ കുറച്ച് ഭക്ഷണമൊക്കെ വെച്ചിട്ട് പാവങ്ങൾക്ക് കൊടുത്തോട്ടെ, ഒരു അന്നദാനമൊക്കെ നടത്തുന്നതിന് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അതിനെതിരെ നിൽക്കണേ? കുറച്ച് പാവങ്ങളായ കുട്ടികളെ വിളിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നത്? കുറെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു, അവർ മദ്രസയിൽ അതിനു വേണ്ടി ഇരിക്കുന്നു. അതിനൊക്കെ ഇത്രത്തോളം എതിർക്കേണ്ടതുണ്ട്? വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ്. അത്ര നിഷ്കളങ്കരായ ആളുകളോട് ഇമാം മാലിക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാൽ ഇമാമു ദാറുൽ ഹിജ്റ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അതായത് മദീനത്തെ ഇമാം. സഹാബിമാരുടെ കാലം കഴിഞ്ഞ ഉടനെ പിന്നീട് ഇസ്ലാമിലെ ഒട്ടുമിക്ക ആളുകളും ദീന് പഠിക്കാൻ വേണ്ടി വന്ന ആളാണ് ഇമാം മാലിക്. എത്രത്തോളം എന്നാൽ ഷാഫിഈ മദ്ഹബിന്റെ നേതാവായി എണ്ണപ്പെടുന്ന ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ദീന് പഠിച്ചത് ഇമാം മാലിക്കിൽ നിന്നാണ്. ഈ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, ആ വാചകത്തിന്റെ അർത്ഥവും ആ വാചകവും മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇസ്ലാമിലെ എല്ലാ പുത്തൻ ആചാരങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു. അദ്ദേഹം പറയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന. ഒരാള് ഈ ദീനിൽ പുതിയ ഒരു കാര്യം ചെയ്യും, എന്നിട്ട് അതിനെ നല്ലതായിട്ട് അഭിപ്രായപ്പെടുകയും ചെയ്യണം. ദീനിന്റെ കാര്യത്തിൽ ഒരു നല്ല കാര്യം നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അഭിപ്രായപ്പെട്ടിട്ട് ദീനിൽ ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ ബാക്കി കൂടി കേൾക്കണം. ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അയാൾ വാദിക്കുന്നത്. ഇസ്ലാമിൽ പുതിയ ഒരു കാര്യം ചെയ്യാം, എന്നിട്ട് നല്ലതല്ലേ എന്ന് അഭിപ്രായപ്പെടുക, ആളുകളോടത് നല്ലതാണെന്ന് പറയാ, എങ്കിൽ അയാൾ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാത്ത വഞ്ചകനാണ്. നഊദു ബില്ലാഹ്. ഇതാണ് ഇമാം മാലിക് പറഞ്ഞ വാചകം. എന്നിട്ട് അദ്ദേഹം ഖുർആനിന്റെ ആയത്തോട് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഖുർആനിന്റെ ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഓതി കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരു കാര്യം നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കി. നഊദു ബില്ലാഹ്. അല്ലാഹു ശരണം. പറയാൻ പറ്റുമോ നമുക്കത്?
എന്നിട്ട് വീണ്ടും ഇമാം മാലിക് പറയാണ്, ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതുന്ന സമയത്ത് എന്താണോ ദീനല്ലാത്തത് അതിന്ന് ദീനല്ല. അന്ന് എന്താണോ ദീനുള്ളത് അത് മാത്രമേ ദീനാവൂ, അതല്ലാത്ത ഒന്നും ദീനല്ല. ഇത് പറയുമ്പോഴാണ് ചില ആളുകൾ കുറച്ചൊക്കെ ദീനുണ്ട്, അറിവുണ്ട് എന്ന് വിചാരിക്കുന്ന പുരോഹിതന്മാരിൽപ്പെട്ട ആളുകൾ ചോദിക്കുക, ഐഫോൺ ഉപയോഗിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? കാർ ഉപയോഗിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, എത്രത്തോളം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ. സത്യത്തിൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് ദീനിന്റെ ഭാഗം. ഒരാൾ ഫോൺ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ആരെങ്കിലും പറയോ അയാൾ ബിദ്അത്തുള്ള ആളാണെന്ന്? ആരെങ്കിലും പറയോ അയാൾക്ക് ആ സുന്നത്ത് കിട്ടണില്ല എന്ന്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന പേരിലാണോ ഒരാൾ ഫോൺ ഉപയോഗിക്കുന്നത്, ഒരാൾ കാർ ഉപയോഗിക്കുന്നത്? ഇത് സഹാബിമാരും ഉപയോഗിച്ചു എന്ന നിലക്കല്ല, പക്ഷെ അതുപോലും സാധാരണക്കാരുടെ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കാം. അപ്പൊ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് പോലെയുള്ളൂ നബിദിനാഘോഷം എന്നതുകൂടി അതിൽ നിന്ന് മനസ്സിലായി. പക്ഷേ സാധാരണക്കാര് പൈസ കൊടുക്കുന്നത് ഇത് സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണക്കാര് ആ ജാഥയിൽ പോകുന്നത് ഇത് സ്വഹാബത്ത് ചെയ്തു എന്ന നിലക്കാണ്. മിനിമം അതെങ്കിലും പറയണ്ടേ, ഇതൊന്നും നബിയും സ്വഹാബത്തും ഒന്നും ചെയ്തിട്ടില്ല, ഇത് ദീനിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. പക്ഷെ വാദിക്കുന്നതോ ഇത് ചെയ്യാത്തവൻ ബിദ്അയാണ്, ഇത് ചെയ്യാത്തവൻ പുത്തനാചാരക്കാരനാണ്, ഇതിന് സഹകരിക്കാത്തവൻ പുത്തൻവാദിയാണ്, അവനെ മഹല്ലെന്ന് പുറത്താക്കണം. ഇതാ പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ആരാണിത് തുടങ്ങിയത്? ഈ പുത്തനാചാരം തുടങ്ങിയതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തില്ല, താബികളുടെ കാലത്തില്ല. 4 ഇമാമുമാരും ചെയ്തിട്ടില്ല. 4 ഇമാമുമാരും ചെയ്തിട്ടില്ല. അവരുടെ ആരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നു. പിന്നെ അവരെ കുറിച്ച് ചില ആളുകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് പലരും. അവരുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് 300 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഫാത്തിമിയാക്കൾ ഉണ്ടാക്കിയത്. ഷിയാക്കളുടെ വിഭാഗത്തിൽപ്പെട്ട ആൾ. അവരാ തുടങ്ങിയത്. അവർ തുടങ്ങിയത് എങ്ങനെ ദീനാവും പ്രിയപ്പെട്ടവര്? അത് ചെയ്യാത്ത ഒരാൾ അതെങ്ങനെ അയാൾ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അയാൾ പുത്തൻവാദിയാണെന്ന് പറയും? അങ്ങനെയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുത്തൻവാദിയാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പുത്തൻവാദിയാ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പുത്തൻവാദിയാ? അവരൊക്കെ ബിദ്അത്തിന്റെ ആളുകളാ? ഒന്നും ഒരു വിശ്വാസിക്ക് പറയാൻ പാടില്ലല്ലോ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതിന്റെ ഒരു ആകത്തുക ഒരു വിശ്വാസി എന്ന നിലക്ക് ദീനിന്റെ കാര്യം അത് ഖുർആനിലും ഹദീസിലും എന്തു പറഞ്ഞു അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഖുർആനിലുണ്ടോ നമുക്ക് ചെയ്യാം. നമുക്ക് ആരോടും വിരോധമില്ല, ആരോടും വെറുപ്പില്ല. അവർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യൂല എന്ന് പറയാൻ പറ്റൂല. ഖുർആനിലുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അത് ദീനായി പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ നന്മകളും നമ്മൾ ചെയ്യാം. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച. അത് നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്, അത് ഒഴിവാക്കേണ്ടവരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് അന്നേ ദിവസത്തേക്ക് മാറ്റിവെക്കല്ല, ഇതാ ഇന്നും ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചൊല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നന്മകൾ പഠിപ്പിച്ചു ആ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോഴാണ് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരൂ എന്ന് പറയുന്ന ആ വാചകത്തിൽ നമ്മൾ ഉൾപ്പെടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിഭാഗത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്ത് മുസ്ലിമുകൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. ഇസ്സത്തുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്കും ലോക മുസ്ലിമീങ്ങൾക്കും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.